ഹലോ ഫ്രണ്ട്സ്, മാപ്സ് ആൻഡ് മീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്നൊരു യാത്രാ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. രണ്ടാഴ്ചയായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു. ഇവിടെ ക്ലൈമറ്റ് വളരെയധികം ചേഞ്ച് ചെയ്തു. നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം, സമ്മറാണ്, പക്ഷേ ഭയങ്കരമായിട്ട് ക്ലൗഡി. ഇന്നിപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും. ഇന്ന് സണ്ണി ആണെങ്കിൽ നാളെ മഴയായിരിക്കും. ആ ഒരു അവസ്ഥയാണ് ഇവിടെ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ജർമ്മനിയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലേക്ക് കാണാനാണ്. അപ്പോൾ ആ ലേക്കിലേക്കുള്ള യാത്ര, അതായത് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ബസ് കയറും, അപ്പം ട്രെയിൻ ഡയറക്റ്റ് കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ആ ഒരു ലേക്കിലേക്കുള്ള കാഴ്ചയാണ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മാപ്സ് ആൻഡ് മീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അമർസിയിലാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ, പക്ഷേങ്കിൽ ഇന്നൊന്നും പ്ലാൻഡ് അല്ല, ട്രിപ്പ് ഒന്നും പ്ലാൻഡ് അല്ല. നമ്മൾ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കഴിക്കാൻ പോകുന്നത്, ഒരു ആക്ടിവിറ്റി ഒന്നും പ്ലാൻഡ് അല്ല. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. അപ്പം നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം. അങ്ങനെ ഫൈനലി നമ്മൾ അമർസി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോപ്പിലെത്തി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി കുറച്ച് നടക്കണം, നമുക്ക് മുമ്പോട്ട് നീങ്ങാം. നമ്മൾ വന്ന ട്രെയിൻ ഇവിടം വരെ ഉള്ളൂ, കാരണം ഇതൊരു ടെർമിനസ് സ്റ്റേഷനും കൂടി ആയതുകൊണ്ടാണ്. ഇവിടെ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ വേണം നമ്മൾ ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇച്ചിരി നടക്കണം, 300 മീറ്റർ നടക്കണം അല്ലേ? ഒരു 300 മീറ്ററിൻ്റെ നടത്തമുണ്ട്. ടെർമിനസ് സ്റ്റേഷനാണ് ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഇവിടം വരെ ഉള്ളൂ. ഇതാണ് ഫൈനൽ, ഇവിടം വരെ ഉള്ളൂ ട്രെയിൻ. ഇനി ഇവിടുന്ന് ഈ സൈഡ് പിടിച്ച് നമുക്ക് കുറച്ച് 200 മുതൽ 300 മീറ്റർ വരെ നമുക്ക് നേരെ നടക്കാം. ഫൈനലി നമ്മൾ നടന്ന് നമ്മുടെ ലേക്കിൻ്റെ എൻട്രി പോയിന്റിലെത്തി. ഇവിടെ എല്ലാവരും ആൾക്കാർ വന്ന് എൻജോയ് ചെയ്യാണ്. ക്ലൗഡി ആണെങ്കിലും ഇവിടെ വോളിബോളും കാര്യങ്ങളും പിള്ളേരും ഫാമിലി എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി വീഡിയോസ് ഒക്കെ എടുക്കാം. ഇവിടെ ഈ അമർസിയുടെ സൈഡിലൊക്കെ ഇതുപോലെ ഗാർഡൻ ഉണ്ടല്ലോ, ഒരുപാട് ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് നട്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല കൊങ്ങിണിയില്ലേ, ജമന്തി, അതിൻ്റെ മഞ്ഞ കളറ് ഓറഞ്ച് കളറൊക്കെ കണ്ടോ നട്ടുവെച്ചേക്കുന്ന കണ്ടോ. ശരിക്കും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ നാട്ടിലെ ചെടികളല്ലേ. ദൂരെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, കുറേ പായ്ക്കപ്പലുകൾ. ഇത് കണ്ടോ, ഇതെല്ലാം പായ്ക്കപ്പലുകളാണ്. പക്ഷേ ഇൻഡിവിജ്വലാണ്, ഓരോരുത്തർ അവർ കൊണ്ടുവരുമോ ഇവിടെയൊക്കെ വെച്ചിട്ട് സെയിൽ ചെയ്തങ്ങ് പോകും. അതൊക്കെ പായ്ക്കപ്പലാണ്. ഈ അറ്റം നിങ്ങൾ കണ്ടോ, അതാണ് നമ്മുടെ ആൽപ്സ് പർവ്വതനിരകൾ. അങ്ങ് ദൂരെ കണ്ടോ, ഇതെല്ലാം നമ്മുടെ ആൽപ്സ് പർവ്വതം. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് അതൊക്കെയാണ് ഉള്ളത്. വീഡിയോയിൽ പലരും ചോദിക്കാറുണ്ട് നമ്മൾ എന്താണ് എപ്പോഴും ആൽപ്സിന്റെ സൈഡൊക്കെ കാണിക്കുന്നത് അല്ലേ, നമ്മൾ എപ്പോഴും പോകുന്നത്. കാരണം ഞങ്ങൾ ബവേരിയയിലായതുകൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഈ ഒരു ആൽപ്സിനെ ചുറ്റിപ്പറ്റിയാണ് അല്ലെ, എല്ലാ ലേക്കുകളും. അതായത് ബവേരിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് ശരിക്കും തൊട്ടടുത്ത് കിടക്കുന്ന ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ചെക്ക് റിപ്പബ്ലിക് ഇവരുമായിട്ടൊക്കെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്കൊക്കെ നിൽക്കുന്നതാണ് ഈ ആൽപ്സ് പർവ്വതനിരകൾ. അതുകൊണ്ടാണ് ഞങ്ങളുടെ പല വീഡിയോസിലും നിങ്ങൾക്ക് ആൽപ്സ് പർവ്വതനിരകളൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ വലിയൊരു പായ്ക്കപ്പൽ വരുന്നത്, നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രസമുണ്ട്. ദൂരെ പായ്ക്കപ്പൽ. ഇത് കണ്ടോ, എൻ്റെ പിറകിൽ നിങ്ങൾ കാണുന്ന ഇവിടുത്തെ വളരെ മനോഹരമായ ഒരു പഴയ കാസിലാണ്. അപ്പോൾ ഈ കാസിൽ ഇപ്പം നമുക്ക് റെന്റ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ കോൺസേർട്ട് ഒക്കെ മിക്കവാറും നടക്കാറുണ്ട്. ഭയങ്കര മനോഹരമായ കാസിലാണ്. തന്നെ ഇതിന്റെ തൊട്ട് പുറകിൽ ഒരു ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാനൊക്കെ, ഈ ഗാർഡന് തൊട്ട് പുറകിലായിട്ട്. അപ്പം നമ്മൾ ഈ അമർസിയുടെ സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മളൊരു വളരെ ലോക്കൽ ആയിട്ടുള്ളൊരു ജർമ്മൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരു സ്ട്രീറ്റ് ഫുഡ് പോലൊരു സെറ്റപ്പാണ് ഇവിടെ. അപ്പം നമ്മളിരിക്കുന്ന റെസ്റ്റോറൻറ്റ് തൊട്ട് മുമ്പിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ ആളുകൾ വരുന്നത്. അപ്പം ഇവിടെ അത്യാവശ്യം നല്ലൊരു ഷിപ്പൊക്കെ കിടപ്പുണ്ട്. അപ്പം ഇപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് പേരല്ലേ, ഒത്തിരി പേരുണ്ട്. ഇപ്പം ഷിപ്പ് ഓൾറെഡി ഫുള്ളായി. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അവർ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയ പാറ്റിയാണ് ഇതിനകത്തിരിക്കുന്നത്. പിന്നെ ബ്രെഡും ലീഫും ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലേ, രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഞാൻ പിന്നെ ഒരു ചിക്കൻ റാപ്പാണ്, ഫ്രൈഡ് ചിക്കനാണ് ഇന്നത്തെ ഫുള്ള് കണ്ടോ റാപ്പ്. അപ്പം 2 റാപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിങ്ങനെ വെച്ചേക്കുക. അപ്പം ബാക്കി എല്ലാവരും ക്രിസ്പി ചിക്കനാണ് മേടിച്ചത്, ബർഗറാണ്. ഞാൻ മാത്രം റാപ്പാണ് മേടിച്ചത്.
കൊള്ളാം കേട്ടോ. എങ്ങനെയുണ്ട് കുഞ്ചി? സൂപ്പർ. എങ്ങനെയുണ്ട്? കൊള്ളാം കേട്ടോ. അത്യാവശ്യം ക്രിസ്പിയാണ്. ഈ ഒരു സ്ഥലത്തു നിന്ന് പല ഭാഗങ്ങളിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. നമുക്ക് ഫെറി പോലെയുള്ള സർവീസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് പ്രൈസൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ശരിക്കും 25 യൂറോസാണ് നമുക്കിവിടെ തൊട്ടടുത്ത് 1 ഹവറൊക്കെ പോകുന്നതിന് 25 യൂറോസാണ് ഒരാൾക്ക് പോയിട്ട് വരാനുള്ള പ്രൈസ് എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്, നിങ്ങൾക്ക് മാപ്പിൽ കാണാം. ഈ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് പോകാം. പിന്നെ ഒരു വർഷത്തേക്ക് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. 250 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബവേറിയയിലുള്ള ഒട്ടുമിക്ക സീയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ ഒരു ഫെറിക്കകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു വർഷത്തെ കോസ്റ്റാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കയറി നമുക്ക് ഫെറി കയറിയിട്ട് കുറച്ച് സമയം വേണമെങ്കിൽ ഈ ഒരു സീക്കകത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഈ ഒരു പ്ലേസിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. എല്ലാം നമുക്ക് ഇതുപോലെയുള്ള ഓപ്പൺ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇവിടെ വന്ന് ഒരു ഈവനിങ്ങിലോ അല്ലെങ്കിൽ ആഫ്റ്റർനൂണിലോ ഒക്കെ വന്ന് കഴിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണിത്. ഇതുപോലത്തെ ചെയേഴ്സൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതെ എല്ലാവരും ഓരോ ചെയേഴ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ. അപ്പോൾ നമുക്കും എടുത്തുകൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും ഇട്ട് ഇരിക്കണം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ച് ആ സ്ഥലത്ത് മടക്കി കൊണ്ട് വെക്കണം. അതായത് ഇവിടെ കളഞ്ഞിട്ട് പോകരുത്, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇതിനകത്തങ്ങ് കയറി ബോട്ടൊക്കെ അടുപ്പിക്കാനുള്ള സ്ഥലമാണ്. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇവിടം വരെയൊക്കെ പോയി സുഖമായിട്ട് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് തിരിച്ചു വരാം. അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ വിശ്രമ വേളയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഒരാളിരിപ്പുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാമല്ലേ? കൊള്ളാമല്ലേ? അടിപൊളിയല്ലേ? കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇപ്പം നല്ല പാർട്ടി നടക്കുവാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാം. ഇവിടെ എല്ലാം ഫുള്ള് വൈബിലാണ്. ബീച്ച് പാർട്ടി പോലെ നടക്കുക. നമുക്ക് ഇതിലേക്കൂടി ഇതുപോലൊരു കടൽപ്പാലം എന്ന് പറയാൻ പറ്റത്തില്ല, ഇതുപോലെ ഒരു സംഭവം ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നടന്ന് നമുക്കിത് അങ്ങ് അറ്റം വരെ പോയിട്ട് വരാം. അത്യാവശ്യം നല്ല ദൂരത്തിൽ തടി വെച്ചുണ്ടാക്കി വെച്ചേക്കാം. ആൾക്കാർ സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കണക്കണ്ട, കൊച്ചു പിള്ളേരൊക്കെ സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഓരോ തലകൾ കാണാം. ഇവരെല്ലാം ലേക്കിൽ സ്വിമ്മ് ചെയ്യുക. ഇവിടെ കണ്ടോ, 2 തലകൾ അവിടെ കാണാം. ഓവറോൾ വ്യൂ കാണിക്കുക. ഇവിടുന്ന് നല്ല രസമുള്ള ഒരു സ്പോട്ടാണ്. നല്ല ഷേക്കിങ്, പേടി തോന്നുന്നേ. അത്യാവശ്യം ഷേക്കിങ് ഉണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ പോഡിയം നല്ല ആട്ടമാണ്, ആടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം മഴ പെയ്ത കൊണ്ടാണ്, മഴവെള്ളം വരുന്നത് കൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ നല്ല തിരമാല അടിക്കുന്നുണ്ട്. ശരിക്കും ഇത് ലേക്കാണ്. ലേക്കിനകത്ത് 2 സ്ഥലത്തെ വെള്ളം മിക്സ് ചെയ്യുന്നൊരു സ്ഥലമാണ്. മഴവെള്ളം എല്ലാം വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നല്ല അവിടെ വാർണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ ഇറങ്ങാൻ പാടില്ല, കാരണം നല്ല അത്യാവശ്യം നല്ല ചുഴി പോലെ അവിടെ ഉണ്ടാവുന്നുണ്ട്. നമുക്കിത് കാണാം. കണ്ടോ, ആൾക്കാർ സ്വിം ചെയ്യുന്നുണ്ട്. അങ്ങേ സൈഡിൽ നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ കയറി ആ പോഡിയത്തിൻ്റെ പുറത്ത് നിന്ന് ആൾക്കാർ ചാടിയിട്ട് സ്വിമ്മൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം അത്യാവശ്യം ആൾക്കാർ സ്വിം ചെയ്യുന്നുണ്ട്. അവിടെ സ്വിമ്മിങ് അലൗഡ് ആയിട്ടുള്ള ഏരിയയാണ്, അതുകൊണ്ടാണ് അവിടെ സ്വിം ചെയ്യുന്നത്. ജർമ്മനിയിൽ നമ്മൾ ഏത് ലേക്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ചില സോണുകളിൽ ഇവിടെ ഇറങ്ങരുത്, അപകട മേഖലയാണെന്നും പറഞ്ഞിങ്ങനെ ഇതുപോലെ ബോർഡ് വെച്ചേക്കും. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇറങ്ങാതിരിക്കുക, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാതെ ഏതാണ്ട് നിങ്ങൾക്ക് ഈ കാണാം, ഇവിടെയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും സ്വിം ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. നമുക്ക് ഇവിടെ എല്ലാം അലൗഡ് ആണ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ജർമ്മനിയിൽ വരുവാണെങ്കിലോ, ജർമ്മനിയിലുള്ള ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അപകട മേഖല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഭാഗത്ത് സ്വിം ചെയ്യാതിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ബോട്ടാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ ബോട്ട് എടുത്തിട്ട് ഈ ഒരു ലേക്ക് ഫുള്ള് കറങ്ങാൻ പറ്റും. അതാണ് ആ പോകുന്നത്. കാണാം, അത്യാവശ്യം വലിയൊരു ബോട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ലേക്കിലൊക്കെ എൻജോയ് ചെയ്തു. അതേപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് റിലാക്സ് ചെയ്തു. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാപ്സ് ആൻഡ് മീൽസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി കൊടുക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അൻടിൽ ദെൻ ബൈ ബൈ.